ഗവൺമെൻറ് ITA മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന IAS ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. നമ്മളിന്ന് സെക്കൻഡ് ഇയർ സർവേയർ സിലബസിലെ കോണ്ടൂറിംഗ് എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ലൈഡിലേക്ക് പോകാം. Contour line. A contour line is an imaginary line passing through points of equal reduced level or an imaginary line of constant elevation on the ground surface. It may be also defined as line of intersection of level surface with ground surface. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമേജിനറി ലൈനാണ്. ഗ്രൗണ്ട് സർഫസിലെ ഒരേ ഹൈറ്റുള്ള ഒരേ എലിവേഷനുള്ള പോയിൻറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന ഒരു ഇമേജിനറി ആയുള്ള ലൈനിനെയാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് മേ ബി ദി ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ ലെവൽ സർഫസ് വിത്ത് ഗ്രൗണ്ട് സർഫസ്. അതിനുള്ള ഉദാഹരണമാണ് ലൈൻ ഓഫ് സ്റ്റിൽ പോണ്ട് ഓർ ലേക്ക്. കോണ്ടൂറിങ്. The process of locating the contour line on the surface of the earth or the plan map is known as contouring. കോണ്ടൂറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കോണ്ടൂർ ലൈനുകളെ മാപ്പിലോ പ്ലാനിലോ പ്ലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോണ്ടൂറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സൈഡിൽ ഒരു ഹില്ലിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരേ എലിവേഷനുള്ള പോയിൻറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഹില്ലിൽ വരയ്ക്കുന്ന കോണ്ടൂറിൻ്റെ പിക്ചറാണ് ഇവിടെയുള്ളത്. ഹില്ലായതുകൊണ്ട് തന്നെ റൈസിങ് ഗ്രൗണ്ടാണ്. റെഡ്യൂസർ ലെവൽ ഹിപ്പിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരും. ഔട്ടറിലുള്ള റെഡ്യൂസർ ലെവൽ കുറവും ഇന്നറിലുള്ള റെഡ്യൂസർ ലെവൽ കൂടുതലുമായിരിക്കും. സോ ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ ലൈൻ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിളായിട്ടാണ് കിട്ടുക. ഹയർ വാല്യൂ ഇൻസൈഡും അതുപോലെ തന്നെ ലോവർ വാല്യൂ ഔട്ട്സൈഡും ആയിട്ടുള്ള കോണ്ടൂർ. കോണ്ടൂറിങ്ങിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ആണ് കോണ്ടൂർ ഇൻ്റർവൽ, ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്നുള്ളത്. സോ കോണ്ടൂർ ഇൻ്റർവൽ എന്താണെന്ന് നോക്കാം. Contour interval. The vertical distance between two consecutive contour is called contour interval. It is kept constant for a contour plan. For example, a map indicating contour lines of 90 meter, 89 meter, 88 meter and so on. The contour interval is 1 meter. കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് അടുത്തടുത്തിരിക്കുന്ന കോണ്ടൂറിൻ്റെ വേർട്ടിക്കൽ ഹൈറ്റ്, അതിൻ്റെ തമ്മിലുള്ള വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന കോണ്ടൂർ ലൈനുകളുടെ വാല്യൂ റെഡ്യൂസഡ് ലെവൽ 90 മീറ്റർ, 89 മീറ്റർ, അതുപോലെ തന്നെ 88 മീറ്റർ അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 90 മൈനസ് 89 അല്ലെങ്കിൽ 89 മൈനസ് 88 1 മീറ്റർ ആണ്. അതായത് റെഡ്യൂസഡ് ലെവലിൻ്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് 1 മീറ്റർ ആയിരിക്കും. സോ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർ. അതുപോലെ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്. ദി ലീസ്റ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ഈസ് കോൾഡ് ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് അറ്റ് എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് കോണ്ടൂർ ആൻഡ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ സ്ലോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോണ്ടൂറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ലീസ്റ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അത് ഒരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോണ്ടൂർ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് വേരി ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞു കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു മാപ്പിൽ അല്ലെങ്കിൽ ഒരു പ്ലാനിൽ നമ്മൾ കോൺസെൻട്രിക് ആയിട്ടാണ് വെക്കുന്നത്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് വെക്കുന്നത്. എന്നാൽ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വേരി ചെയ്തിരിക്കും ആൻഡ് ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്ലോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്. ഫാക്ടർ ഫോർ ഡിസൈഡിങ് കോണ്ടൂർ ഇൻ്റർവെൽ. ഒരു കോണ്ടൂർ ഇൻ്റർവെൽ സെലക്ട് ചെയ്യുന്നതിന് ബേസ്ഡ് ആയിട്ടുള്ള മെയിൻ ഫാക്ടർ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടറിനെ ബേസ് ചെയ്താണ് നമ്മളൊരു മാപ്പ് പ്ലോട്ട് ചെയ്യുന്ന സമയത്തുള്ള കോണ്ടൂർ ഇൻ്റർവെൽ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ആണ് സ്കെയിൽ ഓഫ് മാപ്പ്. ദ കോണ്ടൂർ ഇൻ്റർവെൽ ഈസ് കെപ്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദി സ്കെയിൽ ഓഫ് സ്മോളർ ദി സ്കെയിൽ ഓഫ് മാപ്പ്, ലാർജർ ദി കോണ്ടൂർ ഇൻ്റർവെൽ ആൻഡ് വൈസ് വേഴ്സ. അതായത് സ്കെയിൽ ഓഫ് മാപ്പ്, നമ്മളൊരു പ്ലോട്ട് ചെയ്യുന്ന മാപ്പിൻ്റെ സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ
സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. സ്കെയിൽ സ്മോളർ ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ ലാർജർ ആയിട്ടാണ് എടുക്കുക. അതായത് ചെറിയ സ്കെയിൽ ആകുന്ന സമയത്ത് നമ്മൾ വീണ്ടും കോണ്ടൂർ ഇൻ്റർവൽ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നതായി തോന്നും, നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. സോ സ്മോളറാണ് സ്കെയിലെങ്കിൽ അത് കുറച്ച് ലാർജറായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് പോയിൻ്റാണ് സ്കെയിൽ ഓഫ് മാപ്പ്. സ്കെയിൽ ഓഫ് മാപ്പ് കോണ്ടൂർ ഇൻ്റർവെലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. സ്കെയിൽ കുറയുന്ന സമയത്ത് നമ്മൾ മാപ്പിൻ്റെ കോണ്ടൂർ ഇൻ്റർവെല്ലിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടിയെടുക്കണം. Okay, second point, purpose of the map and extent of survey. For a small extent of survey and detailed designing work, contour interval should be small. അപ്പോൾ നമുക്ക് സ്മോൾ ഏരിയ മാത്രമാണ് കവർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് വർക്കിന് വേണ്ടിയിട്ടാണ് കോണ്ടൂർ ഇൻ്റർവൽ എടുക്കുന്നതെങ്കിൽ കോണ്ടൂർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇൻ്റർവൽ എടുക്കുന്ന സമയത്ത് സ്മോൾ ആയിട്ട് എടുക്കുക, അടുത്തടുത്ത് എടുക്കുക, കുറച്ചും കൂടി ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടും. ഫോർ ലാർജ് എക്സ്റ്റെൻറ്റ് ഓഫ് സർവേ ദ കോണ്ടൂർ ഇൻ്റർവൽ ഷോൾ ബി ലാർജ്. സോ ലാർജ് ഏരിയയിൽ അതുപോലെ തന്നെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിന് നമുക്ക് അടുത്തടുത്ത് എടുക്കേണ്ട ആവശ്യം വരില്ല. സോ അത് ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. കോണ്ടൂർ ഇൻ്റർവൽ നമുക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വർക്കുകളുണ്ട്, എഞ്ചിനീയറിംഗ് വർക്ക്, കനാൽ വർക്ക്, റെയിൽവേ വർക്ക്, റോഡ് വർക്ക്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്കുകളാണ്. ഇത് ചെയ്യുന്ന സമയത്ത് കോണ്ടൂർ ഇൻ്റർവൽ വളരെ അടുത്തടുത്ത് എടുക്കുക, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിന് അതുപോലെ സ്മോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർക്കിന് നമുക്ക് കോണ്ടൂർ ഇൻ്റർവൽ അടുത്തടുത്തെടുക്കുക. അതുപോലെ തന്നെ ലാർജ് എക്സ്റ്റെൻഡായി ചെയ്യുന്ന അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് നമുക്ക് കോണ്ടൂർ ഇൻ്റർവൽ ദൂരെ എടുക്കുക, അതായത് ഡിസ്റ്റൻസ് കൂട്ടിയെടുക്കുക. സോ കോണ്ടൂർ ഇൻ്റർവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിന് അടുത്തടുത്തെടുക്കുക, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിന് കുറച്ച് ദൂരെ എടുക്കുക, അതായത് ഡിസ്റ്റൻസ് കുറച്ചും കൂടി കീപ്പ് ചെയ്യുക. തേർഡ് പോയിന്റ്, നേച്ചർ ഓഫ് ദി ഗ്രൗണ്ട്. Contour interval generally depending upon the topography of the terrain. In flat ground, contour interval is small so that it can be suitable to depict general nature of the ground. Whereas in a hilly areas, it can be depicted with contour at a larger interval. ഗ്രൗണ്ടിൻ്റെ നേച്ചർ, അതായത് ടോപ്പോഗ്രഫി അനുസരിച്ച് നമുക്ക് കോണ്ടൂർ ഇൻ്റർവൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലാറ്റ് റീജിയൻ ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ വളരെ അടുത്തടുത്തായും, അതുപോലെ തന്നെ ഹില്ലി റീജിയൻ ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ കുറച്ച് ലാർജർ ആയിട്ടും എടുക്കുക. ഫോർത്ത് പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് ടൈം ആൻഡ് ഫണ്ട്. ഇഫ് ഫണ്ട് ആൻഡ് ടൈം അവൈലബിൾ ഈസ് ലെസ്, ലാർജർ കോണ്ടൂർ ഇൻ്റർവൽ ഈസ് അഡോപ്റ്റഡ് ഓർ വൈസ് വേഴ്സ. അതായത് ഫണ്ടും ടൈമും നമുക്ക് അവൈലബിൾ ആകുന്നത് വളരെ കുറവാണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ ലാർജ് ആയിട്ട് എടുക്കുക. ഫണ്ടും ടൈമും ഒരുപാടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ടൈം ഒരുപാട് ഉണ്ട്, പ്ലോട്ട് ചെയ്യുന്ന പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടൂർ ഇൻ്റർവൽ വളരെ അടുത്തടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു പോകാം. And greater interval, smaller amount of required in the field work, generally contour interval may be taken as following rules. സാധാരണ വളരെ അടുത്തടുത്ത് എടുക്കുകയാണെങ്കിൽ ഫീൽഡ് വർക്കും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ എമൗണ്ട് റിക്വയർ ചെയ്യുന്നതും കൂടുതലായിരിക്കും. സാധാരണയായി ഒരു കോണ്ടൂർ ഇൻ്റർവലിൻ്റെ സ്കെയിൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് ഒരു റൂൾ ഉപയോഗിച്ചാണ്. ദാറ്റ് ഈസ് കോണ്ടൂർ ഇൻ്റർവൽ ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻറ്റിമീറ്റർ പെർ കിലോമീറ്റർ. ഈ റൂൾ അനുസരിച്ചാണ് സാധാരണയായി ജനറൽ എഞ്ചിനീയറിംഗ് വർക്കുകളിൽ കോണ്ടൂർ ഇൻ്റർവൽ ഫിക്സ് ചെയ്യുന്നത്. കോണ്ടൂർ ഇൻ്റർവൽ അതിൻ്റെ പേർപ്പസ്, ഒരു സർവേയുടെ പേർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് പേർപ്പസും സർവേ പേർപ്പസും അതിൻ്റെ കോണ്ടൂർ ഇൻ്റർവലും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, ബിൽഡിംഗ് സൈറ്റ്. സോ ബിൽഡിംഗ് സൈറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്കെയിൽ പ്ലോട്ട് ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ ഓർ ലെസ്. അതായത് സ്കെയിൽ 1:1000 അതിൽ കുറവോ ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ ചെയ്യേണ്ടത് 0.2 മീറ്റർ ടു 0.5 മീറ്റർ ആണ്. സെക്കൻഡ് കേസ്, ടൗൺ പ്ലാനിംഗ് സ്കീംസ്, റിസർവോയേഴ്സ്, ലാൻഡ്സ്കേപ്പ് ഗ്രേഡിംഗ്. ഇതിനൊക്കെ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 50 മീറ്റർ ടു 100 മീറ്റർ ആണ്. അതിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കോണ്ടൂർ ഇൻ്റർവൽ 0.5 മീറ്റർ ടു 2 മീറ്റർ. തേർഡ് കേസ്, ലൊക്കേഷൻ സർവേ. അതിൻ്റെ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 50 മീറ്റർ ടു 200 മീറ്റർ.
കോണ്ടൂർ ഇൻ്റർവൽ 2 to 3 മീറ്റർ. അതുപോലെ ഫോർത്ത് കേസാണ് ഫോർ ജനറൽ ടോപ്പോഗ്രഫിക് വർക്ക് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 100 മീറ്റർ ഓർ മോർ 33 ആൻഡ് എബോ. ഇതിൽ മെയിനായിട്ട് വരുന്ന പഠിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൗൺ പ്ലാനിങ് സ്കീം, റിസർവോയർ, അതുപോലെ ലാൻഡ്സ്കേപ്പ് ഗ്രേഡിങ്, ഇതിനൊക്കെ വേണ്ടി ജനറലായി ഉപയോഗിക്കുന്ന കോണ്ടൂർ ഇൻ്റർവൽ എന്താണെന്ന് MCQ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ആൻസർ 0.5 to 2 മീറ്റർ ആണ്. ടൗൺ പ്ലാനിങ് സ്കീം അല്ലെങ്കിൽ റിസർവോയർ, ലാൻഡ്സ്കേപ്പ് ഗ്രേഡിങ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് കോണ്ടൂർ ഇൻ്റർവൽ 0.5 to 2 മീറ്റർ ആണ്. Then characteristics of contour. First, all the points laying on the one contour line having same elevation. ഒരു കോണ്ടൂർ ലൈനിലെ എല്ലാ പോയിന്റുകളും സെയിം എലിവേഷൻ ഉള്ളതായിരിക്കും. അത് നമുക്കറിയാം, കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ദി പോയിന്റ് വിച്ച് ഇസ് എൻ ഇമേജിനറി ലൈൻ കണക്റ്റിംഗ് ദി പോയിന്റ്സ് ഓഫ് സെയിം ഹൈറ്റ് അല്ലെങ്കിൽ സെയിം എലിവേഷൻ. ഒരേ എലിവേഷനുള്ള പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊണ്ടുവരക്കുന്ന ഒരു ഇമേജിനറി ലൈനാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോണ്ടൂർ ലൈനിലെ എല്ലാ പോയിന്റുകളും ഒരേ എലിവേഷൻ ഉള്ളതായിരിക്കും, ഒരേ റെഡ്യൂസ് ലെവലുള്ളതായിരിക്കും. Second point, two contour of different elevation do not be cross each other except in the case of overhanging cliff. Overhanging cliff എന്നുള്ള ഫിഗർ ഒഴികെ ബാക്കി ഒരു ഗ്രൗണ്ട് നേച്ചർ പ്ലോട്ട് ചെയ്താലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടൂറുകൾ, ഡിഫറെൻറ്റ് എലിവേഷനിലുള്ള ഡിഫറെൻറ്റ് കോണ്ടൂറുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് വരില്ല. സോ ടു കോണ്ടൂർ ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻ ഡു നോട്ട് ബി ക്രോസ് ഈച്ച് അതർ എക്സ്പെക്ട് ഇൻ ദി കേസ് ഓഫ് ഓവർഹാങ്ങിങ് ക്ലിഫ്. രണ്ട് ഡിഫറെൻറ്റ് എലിവേഷനുള്ള കോണ്ടൂറുകൾ ഒരിക്കലും ക്രോസ് ചെയ്ത് വരില്ല എക്സെപ്റ്റ് ഇൻ ഓവർഹാങ്ങിങ് ക്ലിഫ്. ഓവർഹാങ്ങിങ് ക്ലിഫിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു ക്ലിഫാണ്, അതിൻ്റെ ഒരു പോർഷൻ മാത്രം തള്ളി നിൽക്കും, അതായത് ഓവർഹാങ് ചെയ്ത് നിൽക്കും. അത് വരയ്ക്കുന്ന സമയത്തുള്ള കോണ്ടൂർ ഇങ്ങനെയാണ്. അതായത് ഇവിടെ എ ബി കാണിച്ചിട്ടുണ്ട്, എയും ബിയും. ഇതിൽ എ എന്ന് പറയുന്ന കോണ്ടൂർ 105 മീറ്റർ റെഡ്യൂസ് ലെവലുള്ള കോണ്ടൂറും ബി എന്ന് പറയുന്ന കോണ്ടൂർ 100 മീറ്റർ ഉള്ള റേഡിയസ് ലെവലുള്ള കോണ്ടൂറുമാണ്. സോ ഇത് പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ഈ ഓവർഹാങ്ങിങ് പോർഷൻ മാത്രം ക്രോസ് ചെയ്ത് വരും, അതായത് രണ്ടും കൂടി ക്രോസ് ചെയ്ത് വരും. മറ്റു ഒരു കേസുകളിലും രണ്ട് കോണ്ടൂർ ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻ തമ്മിൽ ക്രോസ് ചെയ്ത് വരില്ല. അതുപോലെ തന്നെയാണ് കോണ്ടൂർ ഓഫ് ഡിഫറെൻറ്റ് എലിവേഷൻ ഡു നോട്ട് ബി യുണൈറ്റ് ടു ഫോം എ വൺ കോണ്ടൂർ എക്സെപ്റ്റ് ഇൻ ദി കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ്. അതുപോലെ തന്നെയാണ് വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ രണ്ട് ഡിഫറെൻറ്റ് എലിവേഷനുള്ള കോണ്ടൂറുകൾ ഒരിക്കലും യൂണിറ്റ് ചെയ്ത്, അതായത് യുണൈറ്റ് ചെയ്ത് വരില്ല, രണ്ട് ജോയിൻ ചെയ്ത് വരില്ല എക്സെപ്റ്റ് ഇൻ ദി കേസ് ഓഫ് വെർട്ടിക്കൽ ക്ലിഫ്. വെർട്ടിക്കൽ ക്ലിഫിൻ്റെ ഫിഗർ നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. സോ ഇത് കോണ്ടൂറിൻ്റെ രണ്ട് സ്പെഷ്യൽ കേസാണ്. സാധാരണ എപ്പോഴും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകൾക്ക് ചോദിച്ച് കാണുന്ന രണ്ട് ക്വസ്റ്റ്യനാണ്. എപ്പോഴാണ് രണ്ട് കോണ്ടൂറുകൾ, ഡിഫറെൻറ്റ് എലിവേഷനുള്ള രണ്ട് കോണ്ടൂറുകൾ ക്രോസ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഓവർഹാങ്ങിങ് ക്ലിഫാണ്. അതുപോലെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് എലിവേഷനുള്ള കോണ്ടൂറുകൾ യുണൈറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് വരുന്ന പോയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ക്ലിഫാണ്. വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിലാണ് രണ്ടും കൂടി യൂണിറ്റ് ചെയ്ത് വരുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ക്ലിഫാണ്. വെർട്ടിക്കൽ ക്ലിഫിൻ്റെ ഒരു പോർഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. 3 റെഡ്യൂസർ ലെവലിലുള്ള കോണ്ടൂറുകളാണ് പ്ലോട്ട് ചെയ്യുന്നത്, 90, 95 ആൻഡ് 100. സോ ഇത് മൂന്നും ഈ വെർട്ടിക്കൽ പോർഷനിൽ സെയിം ആയിട്ട് യുണൈറ്റ് ചെയ്ത് വരും. സാധാരണ ആ ഒരു വെർട്ടിക്കൽ സൈഡിൽ സെയിം ആയിട്ട് യുണൈറ്റ് ചെയ്ത് വരും. 3 റെഡ്യൂസർ ലെവലും അവിടെ യുണൈറ്റ് ചെയ്ത് വരും. സോ ഇതാണ് വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ. വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടൂറുകൾ, ഡിഫറെൻ്റ് എലിവേഷനുള്ള കോണ്ടൂറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരും, അതുപോലെ തന്നെ മീറ്റ് ചെയ്ത് വരും, യുണൈറ്റ് ചെയ്ത് വരും. ഓവർഹാങ്ങിൻ്റെ കേസിൽ അത് രണ്ടും ക്രോസ് ചെയ്ത് വരും. ഓവർഹാങ്ങിങ്ങും അതുപോലെ തന്നെ വെർട്ടിക്കൽ ക്ലിഫും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള രണ്ട് കോണ്ടൂറിൻ്റെ കേസുകളാണ്. ഫോർത്ത് പോയിന്റ്, കോണ്ടൂർ ഡ്രോൺ ക്ലോസർ റെപ്രസെൻറ്റിംഗ് എ സ്റ്റീപ്പ് സ്ലോപ്പ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ടു ബി ഡ്രോൺ ഫാർ എപ്പാർട്ട് റെപ്രസെൻറ്റിംഗ് ജെൻറ്റിൽ സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പി സർഫസിൽ നമ്മൾ പ്ലോട്ട് ചെയ്തത് വളരെ അടുത്തടുത്തായാണ് കോണ്ടൂർ എങ്കിൽ അത് സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിനെയും, ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് കോണ്ടൂറുകൾ ഉള്ളതെങ്കിൽ അത് ജെൻറ്റിലായിട്ടുള്ള സ്ലോപ്പുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ്, കോണ്ടൂർ ഈക്വലി സ്പേസ്ഡ് റെപ്രസെൻറ്റിംഗ് യൂണിഫോം സ്ലോപ്പ്. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവൽ ഈക്വൽ ആയിട്ട് സ്പേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ കോണ്ടൂർ ആർ പാരലൽ, ഇക്വി ഡിസ്റ്റൻസ് ആൻഡ് സ്ട്രേറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് പ്ലെയിൻ ഏരിയ. ഒരു പ്ലെയിൻ ഏരിയേൻ്റെ കോണ്ടൂറാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അത് പാരലൽ ലൈൻ ആയിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രേറ്റ് ആയിരിക്കും. അതിൻ്റെ ഫിഗർ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം.
ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഫിഗർ യൂണിഫോം ജെൻറൽ സ്ലോപ്പിൻ്റെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിഫോം ആയിട്ടുള്ള ഒരു ജെൻറൽ സ്ലോപ്പ് ആണെങ്കിൽ യൂണിഫോം ആയിരിക്കും, അതായത് ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ സ്പേസ് ആയിട്ടുള്ള ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും കോണ്ടൂറുകൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് ഫിഗറിൽ കാണിക്കുന്നത് യൂണിഫോം ജെൻറൽ സ്ലോപ്പിൻ്റെ ഫിഗറാണ്. സെക്കൻഡ് ഒരു പ്ലെയിൻ ഏരിയേൻ്റെ കോണ്ടൂറാണ്. പ്ലെയിൻ ഏരിയേൻ്റെ കോണ്ടൂർ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും, പാരലൽ ആയിരിക്കും, അതുപോലെ സ്ട്രെയിറ്റ് ലൈനുകളായിരിക്കും. സിക്സ്ത് പോയിന്റ്, കോണ്ടൂർ മസ്റ്റ് ബി ക്ലോസ് ഇറ്റ് സെൽഫ് ബട്ട് നോട്ട് നെസസറി വിത്തിൻ ദി ലിമിറ്റ്സ് ഓഫ് ദ മാപ്പ്. ഒരു കോണ്ടൂർ ലൈനുകൾ എപ്പോഴും ജോയിൻ ചെയ്തൊരു ക്ലോസ്ഡ് ഫിഗറായി കാണും. പക്ഷേ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന മാപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ ചെറിയൊരു ഏരിയ മാത്രമാണ് ചെയ്യുന്നത്. സോ കോണ്ടൂർ ഷുഡ് ബി ക്ലോസ് ഇറ്റ് സെൽഫ് ബട്ട് ഇറ്റ്സ് നോട്ട് ബി നെസസറി ടു ക്ലോസ് വിത്തിൻ ദി ലിമിറ്റ്സ് ഓഫ് ദി മാപ്പ്. സോ മാപ്പിൻ്റെ ലിമിറ്റിൻ്റെ അകത്ത് ക്ലോസ് ചെയ്തില്ല എങ്കിലും ഒരു കോണ്ടൂർ ലൈൻ എപ്പോഴും ക്ലോസ് ചെയ്യുന്ന ഒരു ഫിഗർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ഫിഗർ ആയിരിക്കും. ഇമേജിനറി ലൈനാണ്. സോ ഡിഫറെൻറ്റ് പോയിന്റുകൾ എലിവേഷൻ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ വരയ്ക്കുന്നത് ഒരു സ്മൂത്ത് കേർവ് ആയിട്ടായിരിക്കും. സോ കോണ്ടൂർ ലൈൻ എപ്പോഴും ഒരു സ്മൂത്ത് കേർവ് ആയിരിക്കും. സെവൻത്ത് പോയിന്റ്, എ സെറ്റ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ വിത്ത് ലോവർ വാല്യൂ ഇൻസൈഡ് ഇൻഡിക്കേറ്റിംഗ് പോണ്ട് ഓർ ഡിപ്രഷൻ. എയ്ത്ത് പോയിന്റ്, എ സെറ്റ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ് ഇൻഡിക്കേറ്റിംഗ് എ ഹിൽ. ഒരു കോണ്ടൂർ ക്ലോസ്ഡ് ആയിട്ടുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള കോണ്ടൂറുകൾ അതിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതുന്ന സമയത്ത് ഇന്നർ വാല്യൂ കുറവാണെങ്കിൽ അതൊരു ഡിപ്രഷനും പോണ്ടും ആയിരിക്കും. ഇന്നർ വാല്യൂ ഹയർ ആണെങ്കിൽ അതൊരു ഹില്ലായിരിക്കും. നമുക്കറിയാം ഹില്ലിൻ്റെ ടോപ്പിലേക്ക് പോകുന്നതനുസരിച്ച് അതിൻ്റെ റെഡ്യൂസ് ലെവൽ കൂടിക്കൂടി വരും, അല്ല ഹൈറ്റ് കൂടുന്നതനുസരിച്ച് റെഡ്യൂസ് ലെവൽ കൂടിക്കൂടി വരും. സോ ഹില്ല് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഈ സർക്കിൾ കോൺസെൻട്രിക് ആയിട്ടുള്ള സെറ്റ് ഓഫ് കോണ്ടൂറിൻ്റെ ഇൻസൈഡ് വാല്യൂ ഹയർ ആയിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ പോണ്ട് വരുന്ന കേസിൽ. സോ റെഡ്യൂസർ ലെവൽ കുറഞ്ഞു വരും. സോ ഹയർ വാല്യൂ ഔട്ടറിലും ലോവർ വാല്യൂ ഇൻസൈഡും ആണെങ്കിൽ അതൊരു ഡിപ്രഷൻ ആയിരിക്കും. ഹയർ വാല്യൂ ഇൻസൈഡും ഒരു ലോവർ വാല്യൂ ഔട്ട്സൈഡും ആണെങ്കിൽ അതൊരു ഹില്ലായിരിക്കും. ഇതും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഇൻസൈഡ് വാല്യൂ ഹയർ ആണെങ്കിൽ ഹില്ലായിരിക്കും, ഇൻസൈഡ് വാല്യൂ ലോവർ ആണെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പോണ്ടായിരിക്കും. നയൻത്ത് പോയിന്റ്, കോണ്ടൂർ ഡു നോട്ട് ഹാവ് ഷാർപ്പ് ടേണിങ്. നേരത്തെ പറഞ്ഞു കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ഹാൻഡായി വരക്കുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള കേർവ് ആണ്, ഇമേജിനറി ലൈനാണ്. സോ ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ഷാർപ്പ് ടേണിങ്സ്. 10th point, a set of V-shaped contour cross the ridge line and valley line at 90 degree. If higher value of the contour are inside bend or loop, it indicating a ridge line. If the lower value is valley. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വി ഷേപ്പ്ഡ് കോണ്ടൂർ റിഡ്ജ് ലൈനിനെ കട്ട് ചെയ്യുന്നത് 90, റിഡ്ജും വാലി ലൈനും രണ്ടിനെയും കട്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ആയിട്ടായിരിക്കും. റിഡ്ജാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ബെൻഡ് ഓർ ലൂപ്പിൻ്റെ അകത്ത് ഹയർ വാല്യൂ ആയിരിക്കും. നേരത്തെ ഹില്ല് പറഞ്ഞ പോലെ തന്നെ റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഹയർ ഏരിയ ആണ്. സോ ബെൻഡിൻ്റെ അല്ലെങ്കിൽ ലൂപ്പിൻ്റെ അകത്ത് ഹയർ വാല്യൂ ആണെങ്കിൽ അതൊരു റിഡ്ജ് ലൈനായിരിക്കും. അതുപോലെ തന്നെ വാലി ആണെങ്കിൽ അകത്ത്, അതായത് ഇൻസൈഡിൽ ലോവർ വാല്യൂ ആയിരിക്കും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ടത് കോണ്ടൂർ ലൈന് റിഡ്ജ് ഓർ വാലി ലൈനെ കട്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ആയിട്ടായിരിക്കും. ഹയർ വാല്യൂ ഇൻസൈഡ് ആണെങ്കിൽ അതൊരു റിഡ്ജും, ലോവർ വാല്യൂ ആണ് ഇൻസൈഡ് എങ്കിൽ അതൊരു വാല്യൂ ആയിരിക്കും. 11th point, the same contour must be appear on both side of a ridge or value. ഒരേ കോണ്ടൂർ ഒരു റിഡ്ജിൻ്റെ അല്ലെങ്കിൽ ഒരു വാല്യൂയുടെ രണ്ട് സൈഡിൽ നമുക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഫിഗർ കൊടുത്തിരിക്കുന്നത് റിഡ്ജ് ലൈനാണ്. റിഡ്ജ് ലൈൻ നോക്കുന്ന സമയത്ത് ഹയർ വാല്യൂ, ബെൻഡിൻ്റെ അകത്ത് ഹയർ വാല്യൂ 100 ആണ്. അതിനുശേഷം അത് താഴേക്ക് കുറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ 97, 98, 99, 100 എന്നുള്ള രീതിയിൽ ഇൻസൈഡ് കൂടി വരികയാണ്. സോ അതൊരു റിഡ്ജ് ലൈനാണ്. നേരെ നെക്സ്റ്റ് ഫിഗറിൽ ഏറ്റവും ബോട്ടത്തിൽ 100 ആണുള്ളത്, പിന്നെ 100, 90, 97, 96 എന്നുള്ള രീതിയിൽ ലൂപ്പിൻ്റെ അകത്തേക്ക് കുറഞ്ഞു വരികയാണ്. സോ അതൊരു വാലി ലൈനാണ്. റിഡ്ജ് വാലി ലൈൻ കോണ്ടൂറിനെ 90 ഡിഗ്രിയാണ് കട്ട് ചെയ്യുന്നത്. 12th point, ഡിപ്രഷൻ ബിറ്റ്വീൻ സമ്മിറ്റ് ഈസ് കോൾഡ് സാഡിൽ. അതായത് ഹൈ ആയിട്ടുള്ള റൈസ്ഡ് ആയിട്ടുള്ള രണ്ട് ഗ്രൗണ്ടുകളുടെ ഇടയിലുള്ള ഡിപ്രഷനെയാണ് അല്ലെങ്കിൽ താഴ്ന്ന പോർഷനെയാണ് നമ്മൾ സാഡിൽ എന്ന് പറയുന്നത്. സാഡിലിൻ്റെ ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. രണ്ട് ഹൈ റൈസിങ് ഗ്രൗണ്ട് സബ്മിറ്റിൻ്റെ ഇടയിലുള്ള ലോവർ ആയിട്ടുള്ള ഡിപ്രസ്ഡ് ഗ്രൗണ്ടിനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. Third point, the steepest direction through a point on a contour line is indicated by the perpendicular direction through that point. ഒരു കോണ്ടൂർ ലൈനിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ, ആ പോയിന്റിലൂടെ വരക്കുന്ന പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും.
സെക്കൻഡ് ഫിഗറും കാണിക്കുന്നത് സാഡിലാണ്. സാഡിലിൻ്റെ 4 സൈഡും സമ്മിറ്റ് ഉണ്ട്. ഇവിടെ 4 സൈഡുള്ള സമ്മിറ്റിന് നടുവിൽ കാണിക്കുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള പോർഷനാണ് ഇവിടെ സാഡിൽ സെക്കൻഡ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. സോ ഇതും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഡിപ്രഷൻ ബിറ്റ്വീൻ ദ സബ്മിറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് സാഡിൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കോണ്ടൂറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് കോണ്ടൂർ ലൈൻ എന്താണെന്ന് നോക്കി. ഇറ്റ് ഈസ് എൻ ഇമേജിനറി ലൈൻ ജോയിനിങ് ടു ദി പോയിൻ്റ് ഓഫ് സെയിം റെഡ്യൂസർ ലെവൽ. സോ ഗ്രൗണ്ട് സർഫസിൽ ഒരേ ഹൈറ്റുള്ള പോയിൻറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഇമേജിനറി ലൈനാണ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ. സോ കോണ്ടൂറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ് ദി കോണ്ടൂർ. ഒരു പ്ലാനിലോ മാപ്പിലോ കോണ്ടൂറിനെ ലൊക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോണ്ടൂറിങ് എന്ന് പറയുക. അപ്പോൾ കോണ്ടൂർ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാപ്പ് ഷോയിങ് ദി കോണ്ടൂർ. കോണ്ടൂറിനെ കാണിക്കുന്ന മാപ്പിനെയാണ് കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടെക്നിക്കൽ ടേംസ് ആണ്. ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് ആൻഡ് contour interval. Contour interval is a vertical distance between 2 consecutive contour, and a horizontal equivalent is a least horizontal distance between 2 consecutive contour. അതിനുശേഷം മെയിൻ ഫാക്ടർ കോണ്ടൂർ ഇൻ്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടറുകൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സ്കെയിൽ, അതുപോലെ തന്നെ ഫണ്ട് ആൻഡ് ടൈം അവൈലബിലിറ്റി, നേച്ചർ ഓഫ് ദി ഗ്രൗണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫാക്ടർ കോണ്ടൂർ ഇൻ്റർവെലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് വെർട്ടിക്കൽ ക്ലിഫ്, അതുപോലെ ഓവർഹാങ്ങിങ് ക്ലിഫ്, ഹിൽ ആൻഡ് ഡിപ്രഷൻ്റെ കേസിൽ. വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കേസിൽ 2 കോണ്ടൂർ, ഡിഫറെൻറ്റ് എലിവേഷനുള്ള 2 കോണ്ടൂർ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിഗറാണ് വെർട്ടിക്കൽ ക്ലിഫിൽ കിട്ടുന്നത്. ഓവർഹാങ്ങിങ് ക്ലിഫിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിവേഷനുള്ള കോണ്ടൂറുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. അതുപോലെ ഹിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സർക്കിളിൻ്റെ അകത്ത് ഇൻസൈഡിൽ ഹയർ വാല്യൂ ആകുന്ന സമയത്താണ്. ഡിപ്രഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോണ്ടൂറിൻ്റെ ഔട്ടർ സൈഡിൽ ഹയർ വാല്യൂ, ഇൻസൈഡിൽ ലോവർ വാല്യൂം ആയിരിക്കുമ്പോഴാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോണ്ടൂറിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കോണ്ടൂറിൻ്റെ യൂസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ് ടു ലൊക്കേറ്റിംഗ് ദി കോണ്ടൂർ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.